രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ചോറും കറികളും തന്നെ കേട്ടോ ഈ വാരി കൊടുക്കുന്നത്. അതിൻ്റെയാണ് ഈ വെള്ളം കുടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഒരു 3-4 വായ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചിട്ട് അവന് മതിയെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചില്ല, ഞാൻ അങ്ങ് അകത്ത് കൊണ്ട് വെച്ച് കേട്ടോ. എന്നിട്ട് മുടി ചീപ്പി ഒതുക്കി അങ്ങ് വെക്കുകയാണ്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നീട്ടി ഒരു ചന്ദനക്കുറിയും കൂടി ഇട്ടാൽ സന്തോഷമാവും. പക്ഷെ അത് അവൻ സമ്മതിക്കാത്തതുകൊണ്ട് നീട്ടി ചന്ദനക്കുറി ഇട്ട് കൊടുത്തില്ല. അങ്ങനെ അപ്പക്കുട്ടനെ ഒരുക്കി സൈഡിലോട്ട് മാറ്റിയിട്ട് അവൻ്റെ ലഞ്ച് ബോക്സ് കടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോറിട്ട് മീൻ വറുത്തതും തോരനും വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് മീൻകറിയും വെച്ചിട്ടുണ്ട്. ഇന്നലെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ മീൻ വറുത്തത് താഴെ പോയ അമ്മ കഴിക്കാൻ പിച്ചിയപ്പം എന്ന്. ഞാൻ പറഞ്ഞു പോട്ടെ ഇപ്പോൾ ഇരുന്നോട്ടെന്ന്. പിന്നെ ഏട്ടൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പക്കുട്ടനോട് ഞാൻ വേഗം ചെരുപ്പിടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ അങ്ങ് എടുത്തു കൊടുത്ത് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് എല്ലായ്പ്പോഴും ഓട്ടമാണ് ഇവിടെ. അങ്ങനെ പെട്ടെന്ന് ചെരുപ്പിട്ടിട്ട് ഞാൻ അതിൻ്റെ ലേസൊക്കെ പെട്ടെന്ന് കെട്ടിക്കൊടുത്തു. ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ചുണ്ടും പുളുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൻ നേരെ എൻ്റെ മടിയിലോട്ടങ്ങ് കിടന്നിട്ട് എനിക്ക് തടവി താമ്മ എന്നും പറഞ്ഞ് അങ്ങനെ കിടന്നു കേട്ടോ. തല ഇങ്ങനെ തടവി കൊടുത്താൽ അങ്ങനെ കിടന്നങ്ങ് അവിടെ കുറയിക്കോളും. അങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് തല തടവി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞ സമയമായി ഓടിക്കോളാൻ. അങ്ങനെ പുറത്തോട്ടിറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തിരിഞ്ഞു വന്നൊരു ഉമ്മതരത്തിൽ അവനുണ്ട് കേട്ടോ. എടാ വേണ്ട, പോയിട്ടോ പോയിട്ടോ. നേരത്തെ വിളിക്കാൻ പറഞ്ഞ എന്താ ട്യൂഷന് എന്താ ട്യൂഷന് നേരത്തെ വിളിക്കാൻ പറഞ്ഞ ആരാട്ടോ പോയിട്ടോ. അങ്ങനെ തിരിഞ്ഞോടാൻ നേരത്ത് കുറച്ചെത്തിയിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഷൂസിൻ്റെ ലേസ് ടൈറ്റ് അല്ലെന്ന്. പിന്നെ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങ് വാ. എന്നിട്ട് ഞാൻ അവനത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ആ ടാറ്റ ഇനി ആ വളവ് കഴിയുന്നവരെ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ വളവ് കഴിയുന്നവരെ ടാറ്റയും തന്നിട്ട് അവൻ സ്കൂളിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ, സീ യു.